നമ്മൾ ഫോട്ടോഗ്രാഫിയിലൂടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ എപ്പോഴെങ്കിലും ചിത്രം വരയ്ക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്ന സമയത്ത് അവർ ജസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുകയല്ല ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ രണ്ടാമത്തെ തോട്ട് പോലും കൊടുത്തിട്ടുണ്ടാവില്ല. അത്ര ഇൻറ്റൻഷണൽ ആകേണ്ട ആവശ്യമല്ലോ ഒരു ക്ലിക്കല്ലേ ചെയ്യാന്നുള്ളൂ എന്ന നിലയ്ക്ക്. പക്ഷെ നമ്മൾ ഒരാൾ ആ ചിത്രം വരയ്ക്കുന്ന സമയത്ത് എത്രയ്ക്ക് സ്നേഹം, എത്ര വാത്സല്യം, എത്രയ്ക്ക് ബ്യൂട്ടി കൊണ്ടാണ് അതിനുണ്ടാക്കുന്നതിൽ. കവിത എഴുതുന്ന സമയത്ത് ജസ്റ്റ് കവിതയല്ല അത്, വെറും വാക്കുകളല്ല അത്, നമ്മളെ തന്നെ തുറന്നു വെക്കുന്ന പോലെ. അപ്പോൾ അത്രയ്ക്ക് സ്നേഹം, വാത്സല്യം അതിലോട്ട് വരുന്നുണ്ട്. ആ ബ്യൂട്ടിയിൽ, ആ ഭംഗിയിലാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്രിയേറ്റർ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹ്യൂമൻസ് യെറ്റ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് എ സ്നോ ഫ്ലേക്ക്. സ്നോയിൽ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്നോ ഇങ്ങനെ പിടിച്ചിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്നോ ഫ്ലേക്കും വേറെ വേറെയാണ്. അതിൻ്റെ ഡിസൈൻ യുണീക്കാണ്, സിമെട്രിക്കലാണ്, ബ്യൂട്ടിഫുള്ളാണ്. അത്രയ്ക്ക് പെർഫെക്ഷൻ. നമ്മൾ പിന്നെ ചിന്തിച്ച് പോകുമ്പോൾ എൻ്റെ റബ്ബ് ഇത്രയ്ക്കും സോ സ്മോൾ ആയിട്ടുള്ള സംഗതി. അപ്പോൾ അതിന് ഇത്ര ബ്യൂട്ടിഫുള്ളി കാർവ് ഔട്ട് ചെയ്തത് ആരാണ്? എല്ലാ സംഗതിയിലും അത്രയ്ക്ക് ബ്യൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ സന്തോഷത്തിലും കരയും, നമ്മൾ സങ്കടത്തിലും കരയും. തിങ് ഈസ്, ആ കരച്ചിൽ വരുന്ന വാട്ടർ മോളിക്യൂൾസ് അല്ലേ, അതിൻ്റെ വൈബ്രേഷണൽ എനർജി വ്യത്യസ്തതാണ്. പറഞ്ഞ നിങ്ങൾ മൈക്രോസ്കോപ്പിൽ ഒരു തുള്ളി നിങ്ങളുടെ സങ്കടത്തിലുള്ള കണ്ണീരെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പാറ്റേൺസും അതേ നിങ്ങളുടെ സന്തോഷത്തിലുള്ള കണ്ണീര് എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പാറ്റേണും ഡിഫറെൻ്റ് ആയിരിക്കും. ഇസ്ന്റ് ദാറ്റ് അമേസിങ്? എന്നിട്ട് അങ്ങനെ ബേസിക് ലെവലിൽ പോലും ഇത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളി, ഇത്ര ലവ്ലി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ക്രിയേറ്ററിൻ്റെ 6.8 ബില്യൺ ഇയേഴ്സ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വരുന്ന മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഈ ബീങ്സ് എൻ്റെ ഖലീഫയായിട്ട് ഞാൻ സെൻഡ് ചെയ്യാണ്, എൻ്റെ റിപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് ഞാൻ സെൻഡ് ചെയ്യുന്ന ഈ ഭൂമിയിലോട്ട് പറഞ്ഞിട്ടുള്ള നമ്മൾ എന്ത് ബാലൻസാണ് നമ്മളുടെ ഉള്ളിലെന്നറിയോ? നമ്മൾ ബാലൻസ് വേണ്ടാന്ന് കരുതി കഴിഞ്ഞാൽ പോലും നമ്മൾ ബാലൻസ് ഔട്ട് ആക്കാൻ നോക്കും. നമുക്ക് നോക്കണം, എവിടേക്കോ നോക്കണം എന്നറിയാം, പക്ഷെ എവിടെ നോക്കേണ്ടത് നമുക്കറിയില്ല. നോക്കേണ്ട അടുത്തോട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ സെൽഫ് ഇമേജ് സെറ്റ് ചെയ്യും, നമ്മൾ ആരാണ് നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ഒരവസ്ഥ എന്ത് ദാരിദ്ര്യാവസ്ഥയാണല്ലേ എന്നത്. ആ സാഹചര്യം കാരണമാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് നമ്മൾ ആക്ച്വലി ആരാണെന്നത്.